Welcome back to Learning Our Job Updates. So, ഡിഗ്രി കഴിഞ്ഞവർക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രന്റീസ് ആവാനുള്ള അവസരമുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് 2700 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ 22 ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം 10, എറണാകുളം 7, കോഴിക്കോട് 5 സർക്കിളുകളിലാണ് നമുക്ക് അവസരമുള്ളത്. സോ ഇതിന്റെ സ്റ്റൈപ്പൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിൽ 10,000 ആണ്. അർബൻ ഏരിയയിൽ 12,000, മെട്രോ റീജിയണിൽ 15,000 ആണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഏജ് ലിമിറ്റ് നമുക്ക് 28 ആണ്. ഓക്കെ, മിനിമം 20, മാക്സിമം 28 ഇയേഴ്സ് ആണ്. ദെൻ ഏജ് റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസിന് അതിനനുസരിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഫീസ് വരുന്നത് ഓരോ കാറ്റഗറിയിലുള്ള ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ആണെങ്കിൽ 800 പ്ലസ് GST വരും. സോ 944 വരും. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ആണെങ്കിൽ 600 പ്ലസ് GST വരുന്നുണ്ട്. ദെൻ PWBD കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 400 പ്ലസ് GST വരുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് www.pnbindia.in എന്നുള്ള വെബ്സൈറ്റിൽ കിട്ടും. എക്സാം ജൂലൈ 28-നാണ്. നമുക്കിതിൽ ഓൺലൈൻ ആയിട്ട് എക്സാം ഉണ്ട്. ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്കിതിൽ അവസരം കിട്ടുന്നത്. സോ ആ എക്സാം ജൂലൈ 28-നാണ്. അപ്പോൾ ആ എക്സാമിന്റെ പാറ്റേൺ കൂടെ നമുക്ക് നോക്കാം. സോ ഈ എക്സാമിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. അതിൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡും കമ്പ്യൂട്ടർ നോളജും വരും. നോർമലി നമ്മൾ ബാങ്ക് എക്സാമിനൊക്കെ ഉള്ളതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 28-നുള്ള എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.